ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പുഡിംഗ് ആണ് കേട്ടോ, മിൽക്ക് പുഡിങ്. അതായത് വെറും 2 സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ. പാലും കോൺഫ്ലവറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഇളനീരൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് പാലും കൂടെ മിക്സാക്കി വെക്കും കേട്ടോ. ഇത് കോൺഫ്ലവറിൽ ഇത് മിക്സ് ആക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ പാല് തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യാം, ഈ മിക്സാക്കിയ കോൺഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട കെട്ടാതെ നോക്കുന്നേ, ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ആക്കണം കേട്ടോ. എന്നിട്ട് ആ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ഇടുക. ഞാനിവിടെ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം, വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പാല് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ആ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ച ഈ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ആ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് കുറച്ചിങ്ങനെ തിക്കായി വരും. ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവും, ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ചൂടാറി കഴിഞ്ഞാൽ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം, ഇത് സെർവ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കട്ടോ. അതൊന്ന് സെറ്റാവണം. സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് ആക്കുമ്പോൾ അത് കുറച്ചിങ്ങനെ പറ്റി പിടിച്ചൊക്കെ വരും. ഒരു 2 മണിക്കൂർ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലെ നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ഗാർണിഷ് ചെയ്ത സംഭവം അതിങ്ങനെ വേറെ പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ അത് അടിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ വെറും 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ.